ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. രാജരാജേശ്വര തേപ്പൻ്റെ അടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെയായിട്ട് ഇതുപോലൊരു വീഡിയോ എടുക്കാനോ ചെയ്യാനോ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു എന്ത് തന്നെയായാലും ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന സമയം എന്ന് വെച്ചാൽ 11 മണിയാണ്. 11 മണിക്ക് നല്ല വെയിലുണ്ട്. 9:30 ഒരു പൂജയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 11 മണി ആ സമയമാകുമ്പോഴേ നട തുറക്കുള്ളൂ. അപ്പോൾ ആ സമയം നോക്കി വന്നതാണ്. ഇവിടെ ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല വെയിലാണിപ്പോൾ, നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് അരയാല മരം. നമ്മുടെ ഈ രാജരാജേശ്വരത്തപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠ എന്ന് വെച്ചാൽ നമ്മളെ പരമശിവനാണ്. പിന്നെ കേരളത്തിലെ പുരാതനമായ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മളെ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറി. അവിടെ കാണുന്നതൊക്കെ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളാണ്. അവിടെ വേണമെങ്കിൽ നമുക്ക് വിശ്രമിക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ ബോർഡാണ്. കാരണം എന്ന് വെച്ചാൽ നട തുറക്കുന്നതിനെക്കുറിച്ചും നട അടക്കുന്നതിനെക്കുറിച്ചും പൂജകളെക്കുറിച്ചും ക്ഷേത്രത്തിനെക്കുറിച്ചിട്ടുള്ളതൊക്കെ ഉള്ള ഒരു ബോർഡാണ്. നമ്മുടെ ഈ രാജരാജേശ്വരത്തപ്പൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് എപ്പോൾ വേണമെങ്കിലും പ്രവേശനമുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. സ്ത്രീകൾക്ക് രാത്രി 8 മണിക്ക് ശേഷമേ അകത്ത് കയറാനും നെയ്യമൃതം അകത്തുനിന്ന് വയ്ക്കാനും പറ്റുള്ളൂ. പുറത്തുനിന്ന് നമുക്ക് വഴിപാടൊക്കെ കഴിക്കാൻ പറ്റും. നെയ്വിളക്കൊക്കെ കഴിക്കാം, നെയ്യമൃതം കഴിക്കാം. പക്ഷേ രാത്രി 8 മണിക്ക് ശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. പുരുഷന്മാർക്ക് എപ്പോൾ വേണമെങ്കിലും അതെ. പിന്നെ ബ്രാഹ്മണ സ്ത്രീകൾക്കും അതുതന്നെയാണ് ഉള്ളത്. ഇതാണ് ക്ഷേത്രക്കുളമാണിത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ പറയുകയാണെങ്കിൽ നിരവധി ചിത്രകഥകളാലും ശാസനങ്ങളാലും പ്രസിദ്ധിയാർജിച്ച മഹാക്ഷേത്രമാണ് നമ്മുടെ ഈ ക്ഷേത്രം, രാജരാജേശ്വര ക്ഷേത്രം. പിന്നെ പൗരാണിക കാലം മുതൽ പ്രസിദ്ധിയാർജിച്ച തളിപ്പറമ്പ് ആസ്ഥാനമാക്കി ഭരണം നടത്തിയിട്ടുള്ള നമ്മളെ മൂഷിക രാജവംശത്തിൻ്റെ അധീനയിലാണ് ഈ ക്ഷേത്രവും ഗ്രാമവും. പിന്നെ ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് വെച്ചാൽ തിരുവുത്സവമാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന കാര്യം പറയുകയാണെങ്കിൽ ദീർഘചതുരാകൃതിയിലുള്ള ഇവിടുത്തെ ശ്രീകോവിലിൻ്റെയും നിർമ്മാണ ചാരുത വളരെ പ്രത്യേകതയേറിയതാണ്. 2 തട്ടുകളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്ന ശ്രീകോവിലും അതിനു മുമ്പുള്ള നമസ്കാര മണ്ഡപവും വളരെ മനോഹരമാണ്. അസാമാന്യ വലുപ്പമുള്ള ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഏകദേശം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ വൈക്കത്തെ ശിവലിംഗത്തിൻ്റെ അത്രയും വലുപ്പമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടെ രാജരാജേശ്വര സങ്കല്പമായതിനാലും പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ എന്നിവരും ശിവനോടൊപ്പം കുടികൊള്ളുന്നതായിട്ടാണ് ഇവിടെ പറയപ്പെടുന്നത്. ഇവർക്കൊക്കെ ശ്രീലകത്ത് സങ്കല്പ പൂജകളുണ്ട്. അങ്ങനെ നമ്മളെ ക്ഷേത്ര കവാടം, അതായത് ക്ഷേത്രത്തിനകത്തേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ കയറുമ്പോൾ തന്നെ അവിടെ ഓം നമഃ ശിവായ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ നമ്മളിപ്പോൾ അകത്തേക്ക് കടന്ന് നിങ്ങൾ കാണുന്ന ഇടത് സൈഡിലാണ് വഴിപാട് കൗണ്ടർ. അവിടെ പോയി നമുക്ക് കഴിക്കേണ്ട വഴിപാട് റെസീറ്റൊക്കെ ആക്കിയ ശേഷമാണ് പോകുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ പ്രധാന പ്രാർത്ഥന എന്ന് വെച്ചാൽ സ്വർണ്ണക്കുടം, വെള്ളിക്കുടം ഒക്കെയാണ്. അതും പുരുഷന്മാർക്ക് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ എപ്പോഴും ആ പ്രാർത്ഥന ഉണ്ടാവുന്നതാണ്. പിന്നെ നിരവധി സിനിമാ താരങ്ങളും ഒക്കെ ഇവിടെ വരുന്നതാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവനാണ് രാജരാജേശ്വരത്തപ്പൻ. ഇത് ഞാൻ സ്വർണ്ണക്കുടത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിൻ്റെ വഴിപാടായിട്ടാണ് അവർ പോകുന്നത്. ഇവിടെ എല്ലാത്തരം പുഷ്പാഞ്ജലി, നെയ്വിളക്ക് തുടങ്ങിയ എല്ലാ പ്രാർത്ഥനകളും ഇവിടെയുണ്ട്. ഇവിടെ അങ്ങനെ വിശദമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, എങ്കിലും എന്നെക്കൊണ്ട് കഴിയും വിധത്തിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഫോണിലാണ് ഞാൻ പിടിക്കുന്നത് വീഡിയോ. അതുകൊണ്ട് പിന്നെ നല്ല വെയിലും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ക്ലിയർ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പറ്റുന്ന വിധത്തിൽ എടുത്തിട്ടുണ്ട്.
ഇവിടെ പൂജ സമയം 9:30 ആകുമ്പോൾ ഉള്ള ഒരു പൂജ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 11 മണിക്ക് വരെ പൂജയാണ്. അതിന് ശേഷമേ പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിക്കാൻ പറ്റൂ. അങ്ങനെ ഞാൻ അവിടുന്ന് പ്രാർത്ഥനയൊക്കെ കഴിച്ചു, നെയ്യമൃതമൊക്കെ വെച്ചു. ഇനിയിപ്പോൾ പ്രദക്ഷിണം ചെയ്യുകയാണ്. ഇവിടെ ഭദ്രകാളി, പാർവതി ദേവിയൊക്കെ ഉണ്ട്, അന്നപൂർണേശ്വരിയുടെ ഒക്കെ ഉണ്ട്. ഞാൻ അതിനൊക്കെ പറ്റുന്ന വീഡിയോ ആയിട്ട് എടുക്കാം. പിന്നെ ഇവിടുത്തെ ക്ഷേത്ര കവാടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ശക്തിപീഠം എന്ന് പറയുന്ന ഏറ്റവും പുരാതനമായ ശക്തിപീഠങ്ങളിൽ ഒന്നായിട്ടാണ് തളിപ്പറമ്പിൽ ഇത് കരുതപ്പെടുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഐതിഹ്യം എന്ന് വെച്ചാൽ, നമ്മളെ സതീദേവിയുടെ സ്വയം ദഹനത്തിന് ശേഷം നമ്മുടെ ശിവഭഗവാന്റെ താണ്ഡവ നൃത്തത്തിനു ശേഷം സതിയുടെ തല വീണത് ഇവിടെയാണെന്നാണ് കരുതപ്പെടുന്നത്. ഇവിടുത്തെ ശിവലിംഗത്തിനെന്ന് വെച്ചാൽ 1000 വർഷത്തിൻ്റെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ പാർവതി ദേവിയുടെ ബോർഡാണ് നിങ്ങൾ കണ്ടത്. അവിടെയാണ് പാർവതി ദേവിയുടെ ഒരു പ്രതിഷ്ഠയുള്ളത്. പിന്നെ ഇവിടെ സ്ത്രീകൾക്ക് പുറത്തുനിന്ന് നെയ്വിളക്ക് വെക്കാവുന്നതാണെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. പിന്നെ നമ്മൾ ഗർഭിണികളായ സ്ത്രീകളൊക്കെ ഇല്ലേ, 3 ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന, നെയ്യ് സേവിക്കുന്ന ഒരു സങ്കല്പമുണ്ടല്ലോ. ആ 3 ക്ഷേത്രങ്ങളിൽ വെച്ചാൽ ഒന്ന് രാജരാജേശ്വര ക്ഷേത്രമാണ്, ഒന്ന് നമ്മുടെ വൈദ്യനാഥ ക്ഷേത്രമാണ്, ഒന്ന് പിന്നെ രാജരാജേശ്വര ക്ഷേത്രം, അതായത് തളിപ്പറമ്പിൽ തന്നെയുള്ള നമ്മളെ ശ്രീകൃഷ്ണ ക്ഷേത്രമായ തൃച്ചംബരത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഈ രാജരാജേശ്വരത്തപ്പൻ, അതായത് ശിവൻ കുഞ്ഞിന് പ്രതാപം നൽകുമെന്നും നമ്മുടെ തൃച്ചംബരത്തെ കൃഷ്ണ ഭഗവാൻ കുഞ്ഞിന് സ്വഭാവവും വൈദ്യനാഥൻ ദീർഘായുസ്സും നൽകും പ്രാധാന്യം ചെയ്യുമെന്നാണ് ഇതിൻ്റെ സങ്കല്പം. ഈ നെയ്യ് സേവിക്കുന്ന ഈ 3 അമ്പലങ്ങളിൽ പോയി നെയ്യ് സേവിക്കുന്നതിൻ്റെ ഐതിഹ്യമായിട്ട് പറയപ്പെടുന്നത് അതാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് ഊട്ടുപുര. ഇവിടെ അന്നദാനം എപ്പോഴും ഉണ്ടാകും. 1 മണി ആ ടൈം ആകുമ്പോഴാണ് ഉണ്ടാവുക. ഇത് ഗംഗാദേവിയുടെ ഇതാണ്. ഇവിടുത്തെ ചിത്രപ്പണി എന്ന് വെച്ചൊക്കെ വളരെ നല്ല ഭംഗിയാണ്. കൊത്തുപണി എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. അത് നിങ്ങൾ ഈ ഫോണിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് വന്നു കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ, വിളിച്ചാൽ വിളി കേൾക്കുന്ന ഭഗവാനാണ്. എന്തെങ്കിലും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച ശേഷം നമുക്ക് വലം കണ്ട ശേഷം വന്നിട്ടും നമ്മൾ സ്വർണ്ണക്കുടമായാലും വെള്ളിക്കുടമായാലും കമഴ്ത്തുന്നതിനൊക്കെ ഉണ്ട്. നല്ല വെയിലാണ്. പിന്നെ ഇവിടെ ഒരു പ്രധാന അതിഥിയും കൂടിയുണ്ട്. ആ അതിഥിയെക്കുറിച്ച് പറയാം. എൻ്റെ ഇഷ്ടപ്പെട്ട ഭഗവാൻ എന്ന് വെച്ചാൽ ശിവഭഗവാനാണ്. ഏറ്റവും എനിക്ക് ഫസ്റ്റ് ഞാൻ വിളിക്കുന്നത് ശിവഭഗവാനെയാണ്. എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്, വടേശ്വരം ശ്രീ മഹാശിവക്ഷേത്രം എന്നാണ് പേര്. അപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ ആദ്യം എന്ത് ഉണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് വിളിക്കുന്നത് വടേശ്വരത്തപ്പൻ എന്നാണ്. എൻ്റെ ഏറ്റവും പ്രധാന ഭഗവാനാണ്. അങ്ങനെ എല്ലാ ഭഗവാന്മാരും ഉണ്ടെങ്കിലും ഫസ്റ്റ് എൻ്റെ നാവിൽ വരുന്നത് ശിവഭഗവാനാണ്. ഇനി നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിച്ച് പ്രദക്ഷിണമൊക്കെ വെച്ചു. ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നില്ല. ഇനി ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ക്ഷേത്രം കൂടിയുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്, അതിനെക്കുറിച്ചും പറയാം. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ആ പ്രധാന അതിഥിയെ കാണാനാണ് പോകുന്നത്. ഞാൻ അതിഥി പറഞ്ഞപ്പോൾ കുറച്ച് ഈ ക്ഷേത്രത്തിൽ വന്നവർക്കൊക്കെ കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും അതിഥി ആരാണെന്ന്. ഒരു ആനയാണ്. ഇവിടെ ആ ആന കുട്ടിയായിരുന്നപ്പോഴേ നടക്കിരുത്തിയതാണ്. അപ്പോൾ ഇവിടുത്തെ ആയിട്ട് തന്നെയാണ് കരുതുന്നത്. പക്ഷേ അടുത്തേക്ക് പോകാൻ നിർവാഹമില്ല. കുറച്ച് കുറുമ്പുള്ള ആനയാണെന്ന് പറഞ്ഞുകൊണ്ട് ദൂരത്തു നിന്നാണ് എടുക്കുന്നത്.
ഞാൻ പറഞ്ഞല്ലോ വടേശ്വരം ക്ഷേത്രത്തിലൊക്കെ കഴിഞ്ഞ വർഷം ശിവരാത്രി ദിവസം വന്നത് ഈ ആനയാണ്. ഇത് ഇവിടുത്തെ മാത്രമാണ്, ഇവിടെ നടക്കിയിരുത്തിയതാണ്. ചെറുതായപ്പോഴേ ഇരുത്തിയതാണ്, ഇപ്പോൾ ഇത് ഇത്രയും വലുതായിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആദിതി. അടുത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൂരത്തു നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് ക്ലിയർ കുറച്ച് കുറവായിരിക്കും, എല്ലാവരും ക്ഷമിക്കുക. നിങ്ങളീ കാണുന്നത് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ പുറത്ത് വന്ന ശേഷം എടുത്ത പിക്ചറാണത്. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത്, അതിൻ്റെ അടുത്ത് തന്നെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. എല്ലാവർക്കും അറിയുമെന്നറിയില്ല, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ പോകണമെന്നാണ് വിശ്വാസം. അവിടെ ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ എടുക്കാം. ഇതാണ്, അത് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ ഇനി ആർക്കെങ്കിലും ഇത് അറിയില്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആ അയ്യപ്പ ക്ഷേത്രത്തിലും പോകണം, അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഇതാണ് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി. നിങ്ങളുടെ ഇഷ്ട ഭഗവാൻ ആരാണ്? ചില ആൾക്കാർക്ക് കൃഷ്ണനായിരിക്കും, ചില ആൾക്കാർക്ക് ഗുരുവായൂരപ്പനൊക്കെ ആയിരിക്കുമല്ലോ. ആരാണെന്ന് കമൻറ്റ് ചെയ്യണേ. ആ അയ്യപ്പ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്, ഏകദേശം അടുത്തെത്താറായി. അവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് അത്രയേ ഉള്ളൂ. ഇത് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴിയാണ്, ഞാൻ അവിടെ നിന്ന് എടുത്തതാണ്. ഇവരൊക്കെ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നവരാണ്. അമ്പലത്തിൽ ഭക്ഷണം ഉണ്ടാവും, എല്ലാ ദിവസവും ഉണ്ടാവും, പക്ഷെ ഇന്ന് കഴിക്കാൻ പറ്റിയില്ല. അടിപൊളി ടേസ്റ്റാണ് അവിടുത്തെ ഭക്ഷണം. എന്ന് വെച്ചാൽ ഞാൻ മുമ്പൊക്കെ കുറേ പ്രാവശ്യം കഴിച്ചതാണ്, കോവിഡിന് ശേഷം പിന്നെ പോയി കഴിക്കാൻ പറ്റിയില്ല. ഇതാ അയ്യപ്പ ക്ഷേത്രത്തിന് മുന്നിലെത്തിയിരിക്കുകയാണ്. ചെറിയൊരു ക്ഷേത്രമാണ്. എല്ലാവരും ആ രാജരാജേശ്വരത്തപ്പൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെ വരേണ്ടതാണ്. ഞാനിനി ഇവിടുത്തെ വഴിപാടാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകളുടെ ബോർഡാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായും രാജരാജേശ്വര ക്ഷേത്രത്തിൽ വരാത്തവരാണെങ്കിൽ അവിടെയും വരണം, ഈ അയ്യപ്പ ക്ഷേത്രത്തിലും വരണം. അപ്പോൾ എൻ്റെ വീഡിയോ തീർന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.